സംസ്ഥാനത്ത് വീണ്ടും നിയമന തട്ടിപ്പ്. ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് 9 ലക്ഷം രൂപ തട്ടിയയാൾ അറസ്റ്റിൽ. കുണ്ട്ര സ്വദേശി വിനോദാണ് അറസ്റ്റിലായത്. ആരോഗ്യവകുപ്പിന്റെ വ്യാജ നിയമന ഉത്തരവ് നൽകിയാണ് പണം തട്ടിയത്. ആരോഗ്യവകുപ്പിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി കുണ്ട്ര സ്വദേശിയായ ഒരാൾ 9 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. അപ്പം അത് സ്ഥിര ജോലിയാണെന്നും മന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയെ പറ്റിച്ചിട്ടാണ് ഈ പൈസ കൈക്കലാക്കുന്നത്. ഇതിനെ തുടർന്ന് നമുക്ക് അടൂർ പോലീസിൽ നമുക്ക് പരാതി കിട്ടി. പരാതിയുടെ ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതിൽ ഇത് പക്ക ചീറ്റിംഗ് കേസാണെന്ന് പറഞ്ഞു വേഗമായി അന്വേഷിച്ച് കുണ്ട്ര ഭാഗത്ത് ഇവർ ഉണ്ടെന്ന് രഹസ്യവിവരം കിട്ടി. കുണ്ട്ര ഭാഗത്തു നിന്നും നമ്മൾ പ്രതികളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും ഒരു ആരോഗ്യവകുപ്പ് കേന്ദ്രീകരിച്ച് നിയമന തട്ടിപ്പ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തട്ടിപ്പിന് ഇരയായത് ആരാണെന്ന് വെളിപ്പെടുത്താനാകുമ്പോൾ ഏത് തരത്തിലാണ് തട്ടിപ്പ് നടത്തിയത്? അതായത് ഇവിടെ മാത്രം, അതായത് പത്തനംതിട്ട അടൂർ കേന്ദ്രീകരിച്ച് മാത്രം 2 പേരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അതിൽ ഒരാളിൽ നിന്ന് 9 ലക്ഷം രൂപ. അതൊരു യുവതിയാണ്. ആരോഗ്യവകുപ്പിലെ ഒരു ക്ലറിക്കൽ തസ്തികയിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ പണം വാങ്ങുന്നത്. 2021 മുതലാണ് ഈ വിനോദ്, അതുപോലെ തന്നെ വിനോദിന്റെ സുഹൃത്തുക്കളും കൂട്ടാളികളുമായ മുരുകദാസ്, അയ്യപ്പദാസ്, ഈ 2 പേരും ഇപ്പോൾ ഇവർ 2 പേരും സഹോദരന്മാരാണ്. എന്നാൽ ഈ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ മാത്രം 2 പരാതി. അതുപോലെ തന്നെ മറ്റൊരു ആളിൽ നിന്ന് 10 ലക്ഷം രൂപ, അതും സമാനമായ രീതിയിൽ ആരോഗ്യവകുപ്പിലെ ക്ലറിക്കൽ തസ്തികയിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ പണം വാങ്ങിയിരിക്കുന്നത്. പിന്നീട് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് മന്ത്രിയുടെ മാറ്റമടക്കമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഓഫീസിൽ ചില പേഴ്സണൽ സ്റ്റാഫിലെ മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ശരിയാക്കാമെന്ന് ഇവരോട് പറയുന്നു. അതിന് ഇവർക്കൊരു വ്യാജ നിയമന ഉത്തരവ് നൽകുന്നുണ്ട്. അതിനുശേഷം ഈ നിയമന ഉത്തരവ് തിരിച്ചു വാങ്ങി. പക്ഷേ ഈ നിയമന ഉത്തരവിൻ്റേതടക്കമുള്ള ഫോട്ടോകളും സോഫ്റ്റ് കോപ്പികളും ഇവരുടെ കൈവശമുണ്ടായിരുന്നു. ഈ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ കൈവശമുണ്ടായിരുന്നു. അവർ എന്തായാലും അടൂർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഒരാളാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത്. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന്, യുവതിയുടെ കയ്യിൽ നിന്ന് 9 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് സമാനമായ രീതിയിൽ നൂറനാട് അടക്കമുള്ള, കൊല്ലം ജില്ലയിലെ കുണ്ടറ അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഏതാണ്ട് 15ഓളം പേരിൽ നിന്ന് സമാനമായ രീതിയിൽ 10-15 ലക്ഷം രൂപ വെച്ച് ഇയാൾ പിടിച്ചു, ഈ വിനോദ് പിരിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ അതൊക്കെ പരാതികളായി തന്നെ എത്തിയിട്ടുണ്ടോ ശ്രീജിത്ത്? ഈ വിനോദിൽ നിന്ന് കിട്ടിയതല്ലാതെ ഇത്തരത്തിൽ പണം തട്ടിയെന്ന പരാതികൾ ഇയാൾക്കെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ടോ? 2 കേസുകൾ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 9 ലക്ഷം രൂപ വിനോദ തട്ടിയെടുത്തുന്ന യുവതിയുടെ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് അല്പസമയം മുൻപ് ഒരു 10 ലക്ഷം രൂപ സമാനമായ രീതിയിൽ വ്യാജ നിയമന ഉത്തരവ് നൽകിക്കൊണ്ട് തട്ടിയെടുത്തുന്ന തരത്തിലൊരു യുവാവും പരാതിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 2 പരാതി അടൂർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഈ 2ാമത്തെ പരാതിയിലും ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് അടൂർ DYSP R ജയരാജ ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. കൂടുതൽ പരാതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ കൂടുതൽ പരാതികളിലേക്ക് ആ പരാതിക്കാരെ മുഴുവൻ പോലീസ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ നിർബന്ധമായും കേസെടുക്കുമെന്നാണ് പറയുന്നത്. കാരണം വലിയൊരു ശൃംഖലയാണ്. ഈ വിനോദിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ശൃംഖല എന്നും പോലീസ് ഇതിനകം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും അല്പസമയം മുൻപ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിനോദിനെയും മുരുകദാസിനെയും അയ്യപ്പദാസിനെയും, ഈ 2 പേർ സഹോദരങ്ങളാണ്, ഇവരുടെ കൂട്ടാളികളാണ്, ഇവർ പന്തള സ്വദേശികളാണ്. ഇവരെയും റിമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് വീണ്ടും തട്ടിപ്പ്. നിലവിൽ 2 കേസുകളാണുള്ളത്. സമാനമായ രീതിയിൽ കൂടുതൽ പേരിൽ നിന്ന് പണം തട്ടിയെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്.